ഇപ്പോൾ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉണ്ട്. മാർട്ടിൻ ജോർജ്, വെരി ഗുഡ് മോർണിംഗ് മാർട്ടിൻ ജോർജ്. ഒടുവിൽ അർജുൻ ആയങ്കിയെ പൂട്ടി. ഇപ്പോൾ കണ്ണൂരിൽ താങ്കൾ കൊടുത്ത കേസിൽ കൂടിയാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും പാർട്ടി ബന്ധം അർജുൻ ആയങ്കിക്ക് തുണയായി എന്ന് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുമോ? ഇപ്പോൾ ഈ പിടികൂടിയിരിക്കുന്ന താളിക്കാവ് ഒരു പാർട്ടി ഗ്രാമമൊന്നുമല്ലെന്ന് തോന്നുന്നു. വക്കീലിനെ കാണാൻ പോയതാണെന്നാണ് പറയുന്നത്. പക്ഷെ അവര് ഒളിച്ചിരുന്ന സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒളിച്ചു കഴിയാനുള്ള സങ്കേതം ഒളിക്ക് കൊടുത്തിട്ടുണ്ടാവുമെന്ന് സംശയിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്ന ഓരോരോ വാക്കുകളും അത് ഒരു പൊതു സമൂഹത്തിന് ഒരു മോശം സന്ദേശം നൽകുന്ന വാക്കുകളാണ്. ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഈ തീർത്തും ഭരണകൂടത്തെ പുച്ഛിക്കുന്ന ഒരു സമീപനം. അത് തീർത്തും അത് പിടിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പോലീസ് കൃത്യമായി ട്രേസ് ഔട്ട് ചെയ്ത് പോലീസ് അത് പിടിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു നിമിഷമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ചിലർ പറയുന്നത് ഇത് കീഴടങ്ങാൻ വേണ്ടി വന്നതാണ് അർജുൻ ആയങ്കി എന്ന് ചിലർ പറയുന്നുണ്ട്. അതിന് സാധ്യതയുണ്ടോ? എന്നാ പിന്നെ അത് നേരത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതായത് അഭിഭാഷക ദമ്പതികളെ കണ്ട് അവരെ കണ്ടിനി കീഴടങ്ങാം എന്ന് കരുതി വന്നതാണ് എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ടില്ല. പോലീസ് പറയുന്നത് ഓടിച്ചിട്ട് പിടികൂടി. ഓട്ടോറിക്ഷക്കാർ അങ്ങനെയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നേരെ വന്നാൽ മതിയായിരുന്നല്ലോ. ഇത് എന്താണെന്നുള്ള കാര്യം വളരെ കൃത്യമായി അറിയുന്ന കാര്യമാണ്. അതിലേക്കൊന്നും പിന്നെ നമ്മൾ ചർച്ച കൊണ്ടുപോയി ഒരു സംഭവം നടക്കുമ്പോൾ പല ചർച്ചകളും വരും. തീർച്ചയായിട്ടും അർജുൻ ആയങ്കിക്ക് പാർട്ടിയുടെ പിന്തുണ ലഭിച്ചു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു താങ്കൾ ഇപ്പോഴും ഈ ഘട്ടത്തിലും. പക്ഷേ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു, MV ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞു, MV ജയരാജൻ തള്ളിപ്പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നടന്ന കൊലപാതകങ്ങളില് എന്നെങ്കിലും CPM ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? തള്ളി പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവസാനം പ്രതികൾ പിടിക്കപ്പെടുമ്പോൾ CPM ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരല്ലേ അതിൽ പ്രതികളായിട്ട് വരുന്നത്. ഈ അർജുൻ ആയങ്കിക്കെതിരെ ഇപ്പോ ഉള്ള കേസുകൾ പലതും ഈ അധികം ജയിലിൽ കിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേസുകളാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്, പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഗൂഢാലോചന കേസിൽ 20 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജാണ് ടെലിഫോൺ കട്ടായിട്ടുള്ളത്. അപ്പോൾ DCC പ്രസിഡന്റ് പറയുന്നത് പാർട്ടിയുടെ പിന്തുണ അർജുൻ ആയങ്കിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായിട്ട് വന്ന് അർജുൻ ആയങ്കിയെ ഇന്നലെ തള്ളിപ്പറഞ്ഞു. അത് പിണറായി വിജയൻ അടക്കം പിടികൂടിയിൽ എനിക്കെന്താ എന്ന് ചോദിച്ചു. ഞാൻ വെടിവെച്ച് കൊല്ലരുതെന്ന് പറയണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറയുന്നു. വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവൊന്നും ഇട്ടില്ല, അത് വ്യാജ വാർത്തകളായിരുന്നു കേട്ടു. എന്തൊക്കെ വ്യാജ വാർത്തകളാണ് അർജുൻ ആയങ്കിയെ കുറിച്ച് പ്രചരിച്ചത്. അർജുൻ ആയങ്കി വെടിവെച്ച് കൊല്ലാൻ പോലീസ് ഉത്തരവിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ തള്ളലോട് തള്ളലായിരുന്നു. കാണ്ടൊക്കെ ഇറക്കി പല ചാനലുകളും പല മാധ്യമങ്ങളും അത് ആഘോഷിക്കുന്നതൊക്കെ കണ്ടു. അങ്ങനൊരു തീരുമാനമൊന്നും എടുത്തിരുന്നില്ല ആഭ്യന്തര വകുപ്പ്. പിടികൂടാൻ തീരുമാനിച്ചിരുന്നു. കാരണം പോലീസിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വെല്ലുവിളിക്കുക, അത് മാധ്യമങ്ങളിലൂടെ പോലീസിൻ്റെ ഒരു മനോവീര്യത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് ADGP P വിജയൻ്റെ പ്രതികരണം കൂടി എടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. കാരണം ADGP P വിജയൻ ആണ് ഈ സംഘത്തിന് നേതൃത്വം നൽകിയത്. ഒരു റീൽ ഗുണ്ട എന്നാണ് പലപ്പോഴും ഈ P വിജയൻ അടക്കമുള്ളവർ അർജുൻ ആയങ്കിയെ വിശേഷിപ്പിച്ചിരുന്നത്. റീൽ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്തും എന്നുള്ളതാണ്. ഓപ്പറേഷൻ തൂഫാന് ശേഷം യഥാർത്ഥത്തിൽ പോലീസിന് അല്പം തലവേദനയായി മാറിയത് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി അർജുൻ ആയങ്കി ഒളിവിലിരുന്ന് നടത്തിയ വെല്ലുവിളികളാണ്. ഒടുവിൽ അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ തന്നെ തളിക്കാവിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് പൂട്ടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു എന്ന് പോലീസ് പറയുന്നു. മറുഭാഗത്തു നിന്നുള്ള പ്രതികരണം കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയിരിക്കുന്ന 2 പ്രതികരണങ്ങൾ. കടലിൽ കാണാതായവരെ കിട്ടിയോ എന്ന് അർജുൻ ആയങ്കി ചോദിച്ചതും, 2 എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇതുവരെ മർദ്ദിച്ചിട്ടില്ല, ഇനി ഒരുപക്ഷെ മർദ്ദിക്കുമായിരിക്കും, ചാവാനും തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അർജുൻ ആയങ്കി പറഞ്ഞത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്.